അപ്പോ ഇതില് ആദ്യത്തെ 2 മൊഡ്യൂളാണ് ഇൻകം ടാക്സ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇതിൽ ഈ ഭാഗത്തുനിന്ന് ഒരു എസ് എങ്കിലും പ്രതീക്ഷിക്കുക. ഈവൻ 2 എസ് ഈ മൊഡ്യൂളിന് കിട്ടാറുണ്ട് പലപ്പോഴും. ഓക്കെ, അതുപോലെ ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഇതില് പിന്നെ സിലബസ് പറയുന്നത് അനുസരിച്ച് നമുക്ക് 25 മണിക്കൂറാണ് ഒന്നാമത്തെ മൊഡ്യൂളില് പറയാനുള്ളത്. അതിൽ 25 മാർക്ക്, ഓരോ അവർ പഠിച്ചാലും ഓരോരോ മാർക്ക് വീതം വരും എന്നാണ് പറയപ്പെടുന്നത്. ഡീംഡ് ഇൻകം എന്താന്ന് പറയുന്നത് ക്ലബിങ്, സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്. ഇത് ഈ മൂന്നും വലിയ ഹോട്ട് ഏരിയ ആണ്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിന്റെ കൂടെ റിബേറ്റും കൂടെ പഠിക്കാനുണ്ട്. റിബേറ്റ് നിങ്ങളുടെ സിലബസിൽ ഇൻകം ടാക്സിൽ ഉണ്ടായിരുന്നില്ല. റിബേറ്റിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. റിബേറ്റിനെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? റിബേറ്റ് ഇൻകം ടാക്സ് GST വരുന്ന സിലബസ് ആണ്. ഓക്കെ, അപ്പോ ആ സാധനങ്ങളും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റിനെ പറ്റിയിട്ടും അഡ്വാൻസ് ടാക്സ് TDS എന്താണ്, അസസ്മെന്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളതും, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യത്യസ്ത റിട്ടേണുകളെ പറ്റിയും പാൻ കാർഡിനെ പറ്റി കുറച്ച് കാര്യങ്ങളും. ഇതും 20 മണിക്കൂർ പഠിക്കാനുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. നമുക്കൊരു 3 മണിക്കൂറിനൊക്കെ ഇതുള്ളൂ. ഓക്കെ, പിന്നെ മാർക്ക് അതിലും 20 മാർക്ക് പറയപ്പെടുന്നുണ്ട്. ഈ 20 മാർക്കൊന്നും നിങ്ങൾ അതുപോലെ എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. അതൊന്നും അവർ തോന്നുന്ന പോലെയാണ്. പിന്നെ GSTന്റെ ഏരിയയിലാണ് 3 മൊഡ്യൂൾ വരുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കുക, ഈ ഒരു മൊഡ്യൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ഒരു മൊഡ്യൂള് ഇതെന്നൊക്കെ വളരെ ലിമിറ്റഡ് ആയ ചോദ്യങ്ങളേ വരുള്ളൂ. 4-5 മൊഡ്യൂളിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയ ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂള് നല്ലോണം പഠിക്കുക. ഇതിലാണ് കാര്യങ്ങൾ ഉള്ളത്. ഇതിന് കുറെ ബേസിക്കും എല്ലാതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരും. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കാനുള്ളത്. ഇത് ഇൻകം ടാക്സിന് ഞാൻ 50 മുതൽ 60 മണിക്കൂർ വരെ മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, GSTനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 50 മണിക്കൂർ, മാക്സിമം പോയാൽ 50 മണിക്കൂർ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ 40 to 50. ഓൺലൈൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഇൻകം ടാക്സിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈവൻ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നല്ല പോലെ ഉഷാറായിട്ട് മനസ്സിലാക്കി എല്ലാ ദിവസവും ക്ലാസ്സിന് വരിക. 25-30 ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇൻകം ടാക്സിൽ കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളുണ്ടായിട്ടും അവസാനം ഇപ്പൊ 10-12 ആളാവുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയ, പ്രത്യേകിച്ച് നോമ്പ് കാലം കൂടെ ആയിരിക്കും ഇത് എക്സാമിന്റെ സമയം അല്ലെ. അതൊക്കെ നിങ്ങളെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ആ സമയത്ത് പലപ്പോഴും പല ആളുകളുടെയും പ്രൊഡക്ടിവിറ്റി ഏറ്റവും വീക്ക് ആകുന്ന സമയമാണ് നോമ്പ് കാലം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കാം. അപ്പോ നമുക്ക് തുടങ്ങാം. ഇൻകം ടാക്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. ഇങ്ങനൊക്കെ വലിയ ഇതിൽ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്ലബിംഗ് ഓഫ് ഇൻകം എന്നാണ്. ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലബ് ചെയ്യാറിന് എന്താ? ക്ലബിൽ പോയിരിക്കുക എന്നല്ല. ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ ഇൻകം നമ്മുടെ അല്ലെങ്കിൽ അസസിയുടെ ഇൻകത്തിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട സിറ്റുവേഷൻസ് വരും. നമുക്ക് തോന്നുമ്പോൾ കൂട്ടിച്ചേർക്കലല്ല, ഇൻകം ടാക്സ് ആക്ട് ആൻഡ് റൂൾ പ്രകാരം കൂട്ടിച്ചേർക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലബിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാമത്തെ ഒരുപാട് വോയിസ് ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ഇഷ്യൂ ഉണ്ടോ? ഒന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. മനസ്സിലാക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ട്. ഓക്കെ, ഇപ്പോഴും അതേ ബ്രേക്കിന്റെ ഇഷ്യൂ ഉണ്ടോ? ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനൊന്ന് വൈഫൈ ഓഫാക്കി ഓൺ ആക്കാം. ഇപ്പോഴും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയും കേട്ടോ. ഇപ്പോഴും ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പൊ ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഓഫാക്കി ഓൺ ആക്കാം. അപ്പൊ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിന്റെ കൂടെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ അസസിയുടെ ഇൻകത്തിന്റെ കൂടെ ചേർക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്?
അങ്ങനെ ചേർക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലബിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ ചാപ്റ്ററിന്റെ പേര് നോക്കൂ, ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻക്ലൂഡഡ് ഇൻ അസസീസ് ടോട്ടൽ ഇൻകം. അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 an individual is typically taxed in their own income. അവനവന്റെ ഇൻകത്തിന്റെ മേലാണ് ടിപ്പിക്കലി എന്ത് ചെയ്യുക, ഒരു ഇൻഡിവിജ്വൽ ടാക്സ് കൊടുക്കേണ്ടി വരിക. ഹൗവർ എന്നിരുന്നാലും there are specific situation, ചില സന്ദർഭങ്ങളുണ്ട് where an individual must pay taxes on the income of another person. മറ്റൊരാളുടെ ഇൻകത്തിന്റെ മേലെ ടാക്സ് കൊടുക്കേണ്ടതായ, നിർബന്ധമായും കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അത്തരം സിറ്റുവേഷനാണ് ക്ലബിംഗ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് സിറ്റുവേഷൻ നോക്കുക. സെക്ഷൻ 60 മുതൽ അങ്ങോട്ട് ആ സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഒന്നാമത്തെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻകം. ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അസറ്റ് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യാതെ. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ അതാ ഉദാഹരണത്തിന് എനിക്ക് റെന്റ് കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് റെന്റ് കിട്ടുന്ന ബിൽഡിംഗ് ഉണ്ട്. അത്യാവശ്യം നല്ല റെന്റ് ഞാൻ മാസം മാസം കിട്ടുന്നുണ്ട്. ഈ റെന്റ് ബിൽഡിംഗ് ആരുടെ പേരിലാ? ബിൽഡിംഗ് ആരുടെ പേരിലാ? എന്റെ പേരിലാണ്. എന്റെ പേരിലാണ്, നിഷാദ് എന്ന് പറയപ്പെടുന്ന എന്റെ പേരിലാണ്. ഓക്കെ, ഇതിൽ നിന്നും കിട്ടുന്ന റെന്റ് ഞാൻ എന്ത് ചെയ്യാണ്? റെന്റ് ഞാൻ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുകയാണ്. അതിന് വരുന്ന ഇൻകം മുഴുവൻ വേറൊരാളുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ മാറ്റി വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും ആരുടെ പേരിലേക്കാണോ ഇൻകം പോയത് അയാളുടെ അടുത്തുനിന്നല്ല അത് ടാക്സ് ചെയ്യാം. നിർബന്ധമായും ആ അസറ്റിന്റെ ഓണർ ആയിട്ടുള്ള വ്യക്തിയുടെ പേരിലായിരിക്കണം ആ ഇൻകം എന്ത് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓണർ ആരാണോ അയാൾ തന്നെയാണ്. അപ്പൊ മാറ്റി അയാൾക്ക് നമ്മൾ നിർബന്ധപൂർവ്വം അയാൾ തന്നെയാണ് അത് ഇൻകം ഉപയോഗിക്കുന്നത്. അയാൾക്ക് നീ ഒരു 10 കൊല്ലത്തേക്ക് ആ റെന്റ് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് അതിന്റെ റെന്റിന്റെ പൂർണ്ണമായ അധികാരമൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി, നിർബന്ധമായിട്ടും ആരാണോ ആ അസറ്റിന്റെ യഥാർത്ഥ ഓണർ അയാൾ തന്നെ ആയിരിക്കണം അതിന്റെ ടാക്സ് കൊടുക്കേണ്ടത്. അയാളുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. ട്രാൻസ്ഫർ ഓഫ് ഇൻകം നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ. ഓക്കെ ആണോ? അത് കുടുംബക്കാരനാവണമെന്നോ അങ്ങനെ ഒരു നിയമവും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ അതിൽ നിന്നും ഡിറൈവ് ചെയ്തു വരുന്ന ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ആ ഇൻകം ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ഇൻകത്തിൽ തന്നെ വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ഇൻകം അറൈസിങ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നോക്കണേ, അതായത് ഞാനുണ്ട്, ഞാനിപ്പോ ഇവിടെ ഒരാള് വൈശാഖ് അല്ലെ, വൈശാഖ് നമ്മൾ ലാസ്റ്റ് കമന്റ് ചെയ്താണ്. വൈശാഖിന് ഞാൻ എന്റെ കയ്യിലുള്ള എന്ത് ചെയ്യാണ്, ഒരു ബിൽഡിംഗ് ഞാൻ വൈശാഖിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. വൈശാഖിന് ഞാൻ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്റെ ബിൽഡിംഗ് ഈ എന്താണ് ഇവിടെ കൊണ്ടോട്ടി ആണ് എന്റെ ഏകദേശം അടുത്തുള്ള സ്ഥലങ്ങൾ അറിയാൻ പറ്റും. ഈ കൊണ്ടോട്ടി അങ്ങാടിയിലുള്ള എന്റെ ഒരു ബിൽഡിംഗ് ഞാൻ എന്ത് ചെയ്തു? വൈശാഖിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്താ കണ്ടീഷൻ? വൈശാഖെ നീ എന്ത് ചെയ്യണം? ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ആ അസറ്റ് എനിക്ക് തന്നെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തു തരണം എന്ന കണ്ടീഷനോട് കൂടെ ഞാൻ വൈശാഖിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത അസറ്റിൽ നിന്നും വൈശാഖിന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ആരുടെ ഇൻകം അല്ല, വൈശാഖിന്റെ ഇൻകം അല്ല. ആരുടെ ഇൻകാണ്? എന്റെ ഇൻകാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ കാണുമ്പോ വൈശാഖിന്റെ ഇൻകാണ്. വൈശാഖിന് കണ്ണും മൂക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വൈശാഖിന്റെ ഇൻകാണ്. വൈശാഖിന്റെ ഇൻകം ആണെങ്കിലും ശരി, റിവോക്കബിൾ ട്രാൻസ്ഫർ ആണെങ്കിൽ അതായത് തിരിച്ചു തരണം എന്ന ആ അസറ്റ് തിരിച്ച് എന്റെ പേരിലേക്ക് തന്നെ മാറ്റിത്തരണം എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അത്തരം ട്രാൻസ്ഫറിലൂടെ വരുന്ന ഇൻകം ആരുടെ ഇൻകാണ്? ഞാൻ എന്ന അസസിയുടെ ഇൻകമാണ്, അല്ലാതെ വൈശാഖിന്റെ ഇൻകം അല്ല. ഈ പറഞ്ഞ 2 പോയിന്റും ഓക്കെ ആണോ അല്ലേ എന്നൊന്ന് കമന്റ് ചെയ്യാം.
ഓക്കെ. അപ്പോ ഇതാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോ ഇൻകം അറൈസിങ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. ഇനി ഇതൊക്കെ ആർക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ആർക്ക് അങ്ങനെ ചെയ്താലും ഓക്കെയാണ്. ഇനി സ്പൗസ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യക്കും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ഇടപാടുകളിൽ ചിലപ്പോ ഇൻകം എന്ത് ചെയ്യേണ്ടി വരും, ക്ലബ് ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോ വൈഫിന്റെ ഇൻകം ഹസ്ബൻഡിന്റെ ഇൻകത്തിലേക്കും ചിലപ്പോ ഹസ്ബൻഡിന്റെ ഇൻകം വൈഫിന്റെ ഇൻകത്തിലേക്കും ഒക്കെ ക്ലബ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അത് പരസ്പരമുള്ള ബന്ധം നോക്കണം. മുൻപത്തേതിൽ ബന്ധമൊന്നും പറഞ്ഞിട്ടില്ല, റിവോക്കബിൾ ട്രാൻസ്ഫർ എന്നിലൂടെ വരിക എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ഈ രണ്ട് സെക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്? ആദ്യത്തെ ഒന്നാമത്തെ ആളുകള് ട്രാൻസ്ഫർ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ പിന്നെ ഇൻകം ട്രാൻസ്ഫർ ചെയ്താല് മാത്രമേ ക്ലബ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് പല ആളുകളും തരികിലെടുക്കാൻ തുടങ്ങി. എങ്ങനെ? റിവോക്കബിൾ ട്രാൻസ്ഫർ. അപ്പൊ ഗവൺമെന്റ് അതും കൂടെ എന്ത് ചെയ്തതാണ്, ലോക്ക് ചെയ്തതാണ്. ഇനി വരാൻ പോകുന്നത് എന്താണ്? സ്പൗസുമാരുടെ ഇടയിലുള്ള സ്പൗസിന്റെ ഇൻകം മറ്റൊരാളുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് വരുന്നത്. അത് ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ബൈ വേ ഓഫ് റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ ഇൻ വിച്ച് ദ ഇൻഡിവിജ്വൽ ഹാസ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് അതായത് ഉദാഹരണത്തിന് ഒരു സ്ഥാപനമുണ്ട്, ഇതൊരു സ്ഥാപനമാണെന്ന് കരുതുക. ഈ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നത് ഞാനാണ്. ആരാണ്? എന്റെ സ്ഥാപനം എന്നാവണമെന്നില്ല. എനിക്ക് 20% അതിൽ കൂടുതലോ 20% അതിൽ കൂടുതലോ ഷെയർ ഉള്ള ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് 20%. അതാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര മതി? 100% ഷെയറോ 50% ഒന്നും വേണ്ട. എനിക്ക് 20% അതിൽ കൂടുതലോ ഷെയർ ഉള്ള ഒരു സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും എന്റെ വൈഫിന് റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, എന്റെ വൈഫിന് കിട്ടുന്ന റെമ്യൂണറേഷൻ സാലറി ആവട്ടെ കമ്മീഷൻ ആവട്ടെ എന്ത് പേരുള്ള റെമ്യൂണറേഷൻ കിട്ടുകയാണെങ്കിലും അത് ആരുടെ ഇൻകത്തിൽ ക്ലബ് ചെയ്യണടാ? ആരുടെ ഇൻകത്തിൽ ക്ലബ് ചെയ്യണം? ഹസ്ബൻഡ് ആയിട്ടുള്ള എന്റെ. ഇനി നേരെ തിരിച്ച് എന്റെ വൈഫിന് ഒരു സ്ഥാപനം ഉണ്ട്, ഒരു ഉദാഹരണത്തിന് റെന്റിനൊക്കെ കൊടുക്കുന്ന ഇല്ലേ, വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ട്, അത്യാവശ്യം നല്ല മെച്ചത്തിൽ ഓടുന്ന സ്ഥാപനമാണ്. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് അവിടെ ഒരു റെമ്യൂണറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ വൈഫിന് അവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് 20% അതിൽ കൂടുതലോ ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ വൈഫ് ഹസ്ബൻഡ് എന്നുള്ള എനിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ആരുടെ ഇൻകത്തിലേക്ക് ക്ലബ് ചെയ്യേണ്ടി വരും? അതിന്റെ ഓണർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എന്റെ വൈഫിന്റെ ഇൻകത്തിൽ ക്ലബ് ചെയ്യേണ്ടി വരും. ഇതിൽ ഹസ്ബൻഡ് വൈഫ് എന്നല്ല സ്പൗസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പൊ ഒരാൾക്ക് സ്പൗസിന് എന്താണ് റെമ്യൂണറേഷൻ കിട്ടുക എവിടുന്ന്? മറ്റേ എതിരായിട്ടുള്ള ഓപ്പോസിറ്റിലുള്ള പാർട്ട്ണർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിൽ നിന്നും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നിക്കൽ നോളേജും സ്കില്ലും ഉള്ള ഒരു വൈഫ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഉണ്ട്. അയാളെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അയാളെ നല്ലൊരു അക്കൗണ്ടന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും അത് മുണങ്ങൂല, അല്ലെങ്കിൽ വേറെ ആളുകൾ അത് ഇട്ട് പോകില്ല എന്ന് നമുക്ക് തോന്നുമ്പം എനിക്ക് എന്റെ സ്വന്തം വൈഫിനെ എന്റെ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റ് ആയി വെക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ എന്റെ വൈഫിന് എന്നെ നല്ലൊരു അക്കൗണ്ടന്റ് ആയിട്ട് സ്ഥാപനത്തിൽ വെക്കാൻ പറ്റൂലേ? പറ്റൂലേ? ശ്രദ്ധിക്കുക. ക്ലബിംഗ് പ്രൊവിഷൻ വിൽ നോട്ട് അപ്ലൈ. ആർക്ക് അപ്ലൈ ആവൂല? വേർ റെമ്യൂണറേഷൻ ഈസ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. ആ സ്പൗസിന് ടെക്നിക്കലോ അല്ലെങ്കിൽ പ്രൊഫഷണലോ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ക്ലബിംഗ് അപ്ലിക്കബിൾ അല്ല. അതല്ലാതെ വെറുതെ 10ാം ക്ലാസ് പോലും വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ആളെടുത്തിട്ട് അവിടുത്തെ ചീഫ് അക്കൗണ്ടന്റ് ആക്കി വെച്ചിട്ടുണ്ട്. 5 പൈസന്റെ വിവരം അയാൾക്കില്ല. എന്നിട്ട് അയാൾക്ക് മാസം 1 ലക്ഷം രൂപ സാലറി കൊടുക്കുന്നുണ്ട്. അവിടെ സ്പൗസിന് എന്തുണ്ട്? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 20% അതിൽ കൂടുതലോ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു കൺസേണിലെ
ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെമ്യൂണറേഷൻ എന്ത് ചെയ്യണം, ആരാണോ അതിൽ ആ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ളത് അയാളുടെ ഇൻകത്തിൽ എന്ത് ചെയ്യും, ക്ലബ് ചെയ്യും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? കമന്റ് ചെയ്യണേ. ഇനി സ്പൗസിന്റെ മറ്റൊരു കാര്യമാണ്, മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം അറൈസിംഗ് ടു സ്പൗസ് ഫ്രം ആൻ അസറ്റ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് അഡീക്വേറ്റ് കൺസിഡറേഷൻ. അഡീക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ, ഇത് നാട്ടുകാർക്കല്ല വൈഫിന് മാത്രമാണ്, അഡീക്വേറ്റ് കൺസിഡറേഷൻ വാങ്ങാതെ. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടോട്ടി അല്ലെങ്കിൽ ഈ മലപ്പുറം ജില്ലയിൽ എനിക്ക് എന്തുണ്ട്, കുറച്ച് ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗിന് അത്യാവശ്യം റെന്റ് കിട്ടുന്നുണ്ട്. അത് ആ റെന്റൽ ഇൻകം എന്റെ ഇൻകമായിട്ട് ഞാൻ ഹൈ ടാക്സ് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വൈഫിന് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്? വിത്തൗട്ട് അഡീക്വേറ്റ് കൺസിഡറേഷൻ. ആ ബിൽഡിങ്ങിന്റെ വില ഒരു 10 ലക്ഷം രൂപയാണ്. ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു 2 ലക്ഷം രൂപ തൽക്കാലം അവളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഞാനിത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അഡീക്വേറ്റ് കൺസിഡറേഷൻ ഉണ്ടോ? ഒരിക്കലും അഡീക്വേറ്റ് കൺസിഡറേഷൻ ഇല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും വരുന്ന റെന്റൽ ഇൻകം മുഴുവനായിട്ടും ആരുടെ ഇൻകമാണ്? എന്റെ ഇൻകമാണ്. ഇതെന്തോ തരികിടക്ക് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇൻകം അറൈസിംഗ് ടു സ്പൗസിന് ഹസ്ബൻഡോ വൈഫോ ആരാവട്ടെ അവർക്ക് ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, അറൈസ് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഫ്രം ആൻ അസറ്റ്, എവിടുന്നാണ് അത് കിട്ടുന്നത്? ഒരു അസറ്റിൽ നിന്നും. ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഒരു അസറ്റിൽ നിന്നും. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത്? വിത്തൗട്ട് അഡീക്വേറ്റ് കൺസിഡറേഷൻ, പരിപൂർണമായിട്ടുള്ള കൺസിഡറേഷൻ ഇല്ലാതെ കുറഞ്ഞ എമൗണ്ടിന് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്തുണ്ടെങ്കിലോ, ഇപ്പൊ നല്ല റബ്ബർ തോട്ടം ഞാൻ എന്ത് ചെയ്യാണ്, 10 ലക്ഷം രൂപന്റെ റബ്ബർ തോട്ടം 50,000 റുപ്യക്ക് ഞാൻ എന്റെ വൈഫിന് എന്ത് ചെയ്തു, അവൾക്ക് അയച്ചു കൊടുത്തു, എഴുതി കൊടുത്തു, അവളുടെ പേരിലാക്കി കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ഇൻകം മുഴുവൻ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം അല്ല, അതിൽ കുറച്ച് പാർഷ്യൽ ഇന്റഗ്രേഷൻ ഒക്കെ വരാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന കുറച്ച് ഇൻകം എന്താണ്, 35% ബിസിനസ് ഇൻകം ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് പറയാം. അപ്പോ അത്തരം സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ആ ഇൻകം ഒക്കെ ആരുടെ ഇൻകത്തിൽ ആഡ് ചെയ്യണം? ആരാണോ അഡീക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആള് അയാളുടെ ഇൻകത്തിൽ ആഡ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഒന്ന് പറയണേ. ലാസ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. സ്പൗസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും എന്ത് ചെയ്യാണ്, ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ വൈഫിന് കുറച്ച് ഭൂമിയോ അല്ലെങ്കിൽ കുറച്ച് സാധനം ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അത് ഷെയർ ആവാം, എന്താവാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നീ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബെനിഫിറ്റ് ഓഫ് ദ സ്പൗസിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തതാണെങ്കിലും അതെന്ത് ചെയ്യണം, ക്ലബ് ചെയ്യണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മള് ലിവ് അപ്പാർട്ട്, അതായത് വെവ്വേറെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റ് നടക്കും ചിലപ്പോ. ലിവ് അപ്പാർട്ട്, വേറെ സ്ഥലം, അതായത് ഡൈവോഴ്സ് ആവണം എന്നൊന്നും, ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ വഴിപ്പല്ലല്ലോ. ചില ആളുകൾ നമുക്ക് ഇനി മാറി താമസിക്കാം എന്നുള്ള രീതി, അതിന്റെ പേരിൽ പരസ്പരം എന്ത് ചെയ്യും, ചില സെറ്റിൽമെന്റുകൾ നടത്തും. അങ്ങനെ ലിവ് അപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സെറ്റിൽമെന്റ് നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുക, ഇനി രണ്ടാളും വേറെ താമസിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ക്ലബ് ചെയ്യൂല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇന്ന് പറഞ്ഞ പോയിന്റുകൾ. എന്തൊക്കെ പറഞ്ഞു? ഒന്നാമത്തത് നോക്കുക, ഈ മൂന്നാമത്തെ സ്പൗസ് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ സ്പൗസ് ആയാലും നാട്ടുകാരായാലും വരുന്നതാണ് ആദ്യം 2 പറഞ്ഞ പ്രൊവിഷൻ. ഒന്നാമത്തെ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ ഇൻകം മാത്രം ട്രാൻസ്ഫർ ചെയ്യാണ്. അതിന് ഞാൻ പറഞ്ഞ ഉദാഹരണം എന്താ, എന്റെ അടുത്ത് നല്ല ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന് ഒരുപാട് റെന്റ് കിട്ടുന്നുണ്ട്. ആ ബിൽഡിംഗ് ഞാൻ ആരുടെയും പേരിലാക്കി കൊടുത്തിട്ടില്ല, പക്ഷെ അതിന് വരുന്ന ഇൻകം എനിക്കൊരു ബിനാമി ഉണ്ട്, ആ ബിനാമിന്റെ പേർക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അയാൾ എന്നിട്ട് ഒക്കെ വാങ്ങി അയാളുടെ ഇൻകം പോലെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതും, എന്നാലും അത് എന്റെ ഇൻകത്തിലാണ് ക്ലബ് ചെയ്യാം. ഇനി ഇൻകം അറൈസിങ് ഫ്രം റിവോക്കബിൾ ട്രാൻസ്ഫറിലൂടെ അല്ലെ, തിരിച്ച് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം,
തിരിച്ചു തരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഇത്തരം ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത്തരം ട്രാൻസ്ഫറും എന്താണ്, അതിലൂടെ വരുന്ന ഇൻകവും എന്താണ്, ആരാണോ ആ റിവോക്കബിൾ ട്രാൻസ്ഫർ ചെയ്തത് അയാളുടെ ഇൻകത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും എന്നുള്ളതാണ്. റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കുക. റിവോക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും അത് ക്യാൻസൽ എന്നൊക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ കാണും. അതെന്താണ്, ടേക്ക് ബാക്ക് എന്നുള്ള മീനിങ്ങിലാണ്. തിരിച്ചിങ്ങോട്ട് തന്നെ എനിക്ക് എഴുതി തരിക എന്നുള്ള രീതിയിലാണ്. കുറച്ച് കഴിഞ്ഞ അസറ്റ് മുഴുവൻ എന്ത് ചെയ്യണം, എനിക്ക് തന്നെ തരണം എന്നുള്ള രീതി. പിന്നെ സ്പൗസിന്റെ ഒന്ന് പറഞ്ഞു, അതെന്താണ്, സ്പൗസിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള സ്ഥാപനത്തിൽ നിന്നും ഒപ്പമുള്ള പാർട്ണർ റെമ്യൂണറേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ റെമ്യൂണറേഷൻ എന്ത് ചെയ്യണം, മറ്റാളുടെ ഇൻകത്തിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ അവിടെ ടെക്നിക്കലോ പ്രൊഫഷനോ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് പറഞ്ഞത് എന്താണ്, അഡീക്വേറ്റ് കൺസിഡറേഷൻ വാങ്ങാതെ, അതിന് പൂർണ്ണമായ കൺസിഡറേഷൻ വാങ്ങാതെ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകം, അസറ്റിന്റെ എമൗണ്ട് അല്ലാതെ അസറ്റിൽ നിന്നും കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യണം, ക്ലബ് ചെയ്യണം. അടുത്തത് പറഞ്ഞത് എന്താണ്, വൈഫിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വൈഫിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏതെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നീ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്പൗസ്, അങ്ങനെ കിട്ടുന്നതും എന്താണ്, ക്ലബ് ചെയ്യണം എന്നുള്ളതാണ്. ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് അയാളിൽ ക്ലബ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണ് എന്ന വിശ്വാസത്തോടു കൂടെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലബിംഗ് പ്രൊവിഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലബിംഗ് പ്രൊവിഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ പലപ്പോഴും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റാതായി. FIUGPയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആകെ അലമ്പാക്കിയിട്ടേ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. ഇന്നൊക്കെ പോയിട്ട് പുതിയ സെമസ്റ്റർ തുടങ്ങിയപ്പോ ഇമ്പോർട്ടന്റ് എന്ന് ഇനി പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ. കാരണം തോന്നുന്ന പോലെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഇമ്പോർട്ടന്റ് പഠിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ചിട്ട് FIUGP ജയിക്കാതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആകെ തല തിരിച്ചിട്ട് ആകെ അലമ്പാക്കിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളതൊന്നും ബാധിച്ചിട്ടില്ല. നമ്മളെ ഇൻകം ടാക്സിലൊക്കെ ഏകദേശമൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ ഏരിയ എന്നൊക്കെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. യെസ്, ഇൻകം അറൈസിംഗ് ടു സൺസ് വൈഫ്. സൺസ് വൈഫ് എന്ന് പറഞ്ഞ ആരാ? സൺസ് വൈഫ് എന്ന് പറഞ്ഞ ആരാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ മലയാളത്തില് മരുമകൾ എന്ന് പറയുന്നത് ചില ആളുകൾ എന്തായി മാറും എന്ന് വെച്ച് കഴിഞ്ഞാല് അത് മരുമകൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു മീനിങ് വരുന്നുണ്ട് അല്ലെ. പെങ്ങളുടെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ മക്കളെ പറയുന്ന ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും മനസ്സിലായല്ലോ, ഡോട്ടർ ഇൻ ലോ എന്നൊക്കെ പറഞ്ഞാൽ മതി. എന്തായാലും സൺസ് വൈഫ്, ദ അസറ്റ് ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് അഡീക്വേറ്റ് കൺസിഡറേഷൻ ബൈ ഫാദർ ഇൻ ലോ ഓർ മദർ ഇൻ ലോ. മദർ ഇൻ ലോയോ ഫാദർ ഇൻ ലോയോ സണ്ണിന്റെ വൈഫിന് എന്ത് ചെയ്തു, അഡീക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ സൺസ് വൈഫ്. ഇവിടെ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാ സണ്ണിനെ പറഞ്ഞിട്ടില്ല, സണ്ണിന്റെ വൈഫിനെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നാ സണ്ണിന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ അതേപോലെ അപ്പുറത്തൊരാളുണ്ടല്ലോ, ഡോട്ടറിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ അതും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ആരെ മാത്രമാണ്, നല്ലോണം ശ്രദ്ധിക്കുക, പറഞ്ഞത് ആരെ മാത്രാണ്, സൺസ് വൈഫ്, മകന്റെ ഭാര്യ. മകനെ കൊടുത്തു കഴിഞ്ഞാൽ മകന് ഇങ്ങനെ തരൂല എന്ന് പറഞ്ഞ മകൻ മുങ്ങാൻ സാധ്യത ഉണ്ട്. പിന്നെ മരുവനായാലും അതേപോലത്തെ ഒക്കെ തന്നെ, നിങ്ങൾ എന്താളാണ് അല്ലെ. പക്ഷെ സൺസ് വൈഫിന് മാത്രമേ ഇതിൽ പരിഗണിച്ചിട്ടുള്ളൂ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പലപ്പോഴും നടക്കുന്ന ഗവൺമെന്റ് കാണുന്ന തരികിടകളൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ആഡ് ചെയ്ത് സെക്ഷൻ 64 വന്നതാണ് ഇതൊക്കെ. പിന്നീട് ആഡ് ചെയ്ത് വന്ന. അപ്പം മദർ ഇൻ ലോയോ ഫാദർ ഇൻ ലോയോ സണ്ണിന്റെ വൈഫിന് എന്ത് ചെയ്തു, ഒരു അസറ്റ് അഡീക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഇൻകത്തിൽ ആഡ് ചെയ്യണം, ഫാദർ ഇൻ ലോയുടെയോ മദർ ഇൻ ലോയുടെയോ ഇൻകത്തിൽ ആഡ് ചെയ്യണം. അതാണ് പറഞ്ഞ കാര്യം. ഓക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്, മകന്റെ വൈഫിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും, ഇപ്പൊ മകന് മരിച്ചൊക്കെ പോയിട്ടുണ്ടെന്ന് കരുതുക, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ മകന്റെ വൈഫിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഭൂമി അമ്മോഷനായിട്ടുള്ള
ഫാദർ ഇൻ ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഫാദർ ഇൻ ലോന്റെ ഇൻകത്തിലാണ് ചാർജ് ചെയ്യേണ്ടത്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? ആദ്യത്തെ 5 പോയിന്റ് ഒന്ന് കമന്റ് ചെയ്യണേ. നല്ലോണം ഒന്ന് ഓക്കെ ആണോ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യും എല്ലാവരും. നമ്മൾ ഇതോടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 6ാമത്തെ പോയിന്റ് ഇത് മാത്രം എക്സാമിന് ചോദിക്കാറുണ്ട്. മൈനർ ചൈൽഡിന്റെ ഇൻകവുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് മാത്രം ഇവിടെ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇത് മാത്രം എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അത് രണ്ടും പിന്നെ ഈ ഒരു പോയിന്റും പറഞ്ഞാൽ നമ്മൾ തീരും. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തിയറിയാണ്, കുറച്ച് ചടപ്പുകളൊക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ? മടുപ്പുണ്ടോ? പ്രോബ്ലം അല്ലാത്തതുകൊണ്ട് മടുപ്പുണ്ടോ? PDF ഈ മൊഡ്യൂൾ ഏകദേശമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയും. ഓക്കെ, എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ. ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മാക്സിമം ഈ നോട്ടുകളൊക്കെ നമുക്ക് നോക്കി ഇതിനൊക്കെ പെട്ടെന്ന് ഓർക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ച് നമുക്ക് മുന്നോട്ട് പോകും. ബാക്കിയൊക്കെ നമുക്ക് മുന്നേ കാണാം. നോട്ടിൽ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ വരും കേട്ടോ. ഇതാണെന്ന് കരുതരുത്. ഇപ്പൊ എനിക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വെച്ചിട്ടുള്ള കുറച്ച് ഏരിയകളാണ്. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വന്ന് നമ്മൾ അപ്ഡേഷൻസ് ഉണ്ടാവും. എനിവേ ഇപ്പൊ തൽക്കാലം നമ്മളിവിടെ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. നമുക്ക് എന്തായാലും 6ാം സെമ്മ് ഇത് ചിലപ്പോ ഈ സെമ്മോട് കൂടെ ഡിഗ്രി കഴിഞ്ഞില്ലേ, ചിലപ്പോ നമ്മുടെ ലാസ്റ്റ് പേപ്പർ ആയിരിക്കും അല്ലെ? എന്റെ കൂടെ കോസ്റ്റിംഗിൽ കൂടിയ ആളുകളുണ്ട്, 5th സെമ്മിൽ കൂടിയ ആളുകളുണ്ട്, 6th വരുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും യെസ് ഖദീജ അവരൊക്കെ കോസ്റ്റിംഗ് മുതൽ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഉഷാറാക്കി മുന്നോട്ട് പോവാം. ഇപ്പൊ തൽക്കാലം ഞാൻ എന്ത് ചെയ്യാണ്, നിർത്തുകയാണ്. ആദ്യത്തെ ഒരു മാസം ഇങ്ങനെ കൃത്യമായിട്ട് പോയി നോക്കുക. നമ്മൾ എത്ര മൊഡ്യൂൾ അവസാനിക്കുന്നുണ്ടോ. എനിക്കിപ്പോ തോന്നാൻ ചിലപ്പോ പെട്ടെന്ന് തീരുമോ എന്നൊരു സംശയം. എന്തായാലും ആദ്യത്തെ ഒരു മാസം കറക്റ്റ് ഷെഡ്യൂളിൽ പോയതിനു ശേഷം നമുക്ക് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. കഴിയുന്നതും ഫെബ്രുവരി അവസാനം ഒരു പകുതി ആകുമ്പോഴേക്കൊക്കെ തീർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു ചിന്ത. കഴിയെങ്കിൽ സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകാലോ, വേറെ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, അപ്പോ തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. വെൽക്കം.